നമ്മളിൽ പലരും യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. എന്നാൽ യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ യാത്ര പോകുന്ന നാടിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോഴിതാ ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോ 2024 ക്രൈം റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. ഓരോ സംസ്ഥാനത്തെയും കുറ്റകൃത്യങ്ങളുടെ നിരക്ക് വ്യക്തമാക്കുന്നതാണ് ഈ റിപ്പോർട്ട്. റിപ്പോർട്ട് പ്രകാരം ഉത്തർപ്രദേശാണ് കുറ്റകൃത്യങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം. പിന്നാലെ അരുണാചൽ പ്രദേശ്, ജാർഖണ്ഡ്, മേഘാലയ, ഡൽഹി, അസം, ഛത്തീസ്ഗഡ്, ഹരിയാന, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിലുള്ളത്. രാജ്യത്ത് 1-ാം സ്ഥാനത്തുള്ള ഉത്തർപ്രദേശിൽ കുറ്റകൃത്യ നിരക്ക് വരുന്നത് 7.4 മോഷണം, വർഗീയ കലാപങ്ങൾ, അക്രമങ്ങൾ എന്നിവയാണ് ഇവിടെ പൊതുജനങ്ങളുടെ പ്രധാന പ്രശ്നങ്ങൾ. അതേസമയം 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന അരുണാചൽ പ്രദേശത്ത് 5.8 കുറ്റകൃത്യ നിരക്ക് വരുന്നത്. സംസ്ഥാനത്ത് ചില പ്രദേശങ്ങളിൽ രാത്രി യാത്രയ്ക്ക് വിലക്കുണ്ട്. ഇവിടുത്തെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക വ്യക്തമാക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണിത്. ജനസാന്ദ്രത കുറവും ദുർഘടമായ ഭൂപ്രകൃതിയും മികച്ച രീതിയിൽ പോലീസ് സേവനം നൽകുന്നതിനെ ബാധിക്കുന്നു. 3-ാം സ്ഥാനത്തുള്ള ജാർഖണ്ഡിൽ നിയമം നടപ്പാക്കുന്നതിലും കുറ്റകൃത്യങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതിലും നിരവധി പ്രതിസന്ധികളുണ്ട്. ഒപ്പം മാവോയിസ്റ്റ് അതിക്രമം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും സംസ്ഥാനത്തുണ്ട്. അനധികൃത ഖനനവും അപര്യാപ്തമായ ഗ്രാമീണ പോലീസിംഗും ഇവിടുത്തെ കുറ്റകൃത്യ നിരക്ക് 5.3 എത്തിക്കുന്നു. മേഘാലയയിൽ കുറ്റകൃത്യ നിരക്ക് എന്ന് പറയുന്നത് 5.1. പലപ്പോഴും സുരക്ഷാ പ്രശ്നങ്ങളുടെ പേരിൽ പരാമർശിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മേഘാലയ, പ്രത്യേകിച്ച് ചില ആദിവാസി മേഖലകളിൽ. എന്നാൽ ജനസംഖ്യ കുറവാണെങ്കിലും വർദ്ധിച്ചു വരുന്ന സംഭവങ്ങൾ ഇവിടുത്തെ കുറ്റകൃത്യ നിരക്ക് പ്രതിഫലിപ്പിക്കുന്നു. കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ രാജ്യ തലസ്ഥാനവും ഒട്ടും മോശമല്ല. 5.0 ഇവിടുത്തെ കുറ്റകൃത്യ നിരക്ക് വരുന്നത്. ജനസംഖ്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡൽഹിയിൽ ഉയർന്ന കുറ്റകൃത്യ നിരക്ക് രേഖപ്പെടുത്തുന്നത് തുടരുകയാണ്. ഭരണപരമായ ശ്രമങ്ങൾ ഉണ്ടായിട്ടും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും തെരുവിലെ കുറ്റകൃത്യങ്ങളും വ്യാപകമായി തുടരുകയാണ്. അപ്പോൾ ഇനി യാത്രയ്ക്ക് മുൻപ് സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക.